ഹായ് ഓൾ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സർവീസ് കോസ്റ്റിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് സെക്ടറിലും അതേപോലെ പവർ ഹൗസിംഗ് സെക്ടറിൽ, സിനിമ തിയേറ്ററിൽ, ഹോട്ടൽ സർവീസിലൊക്കെയാണ് സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണ് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് റെൻഡേഴ്സ് സർവീസ് ടു കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താ ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ട് എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ചെയ്യുന്നത്. ദസ് ട്രാൻസ്പോർട്ട് സർവീസസ് ആർ റെൻഡേർഡ് ബൈ ദി റെയിൽവേസ്, റോഡ്വേസ് ആൻഡ് എയർവേസ്. നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടുകൾ അവൈലബിൾ ആവുന്നത്. ഒന്ന് റെയിൽവേസ് വഴിയാവും, റോഡ്വേസ് വഴിയാവും, എയർവേസ് വഴിയാവും. അതായത് റെയിൽവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാക്സി, ബസ്, ലോറി, ട്രക്ക്, പിന്നെ എന്താണ് എയറോപ്ലെയിൻസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സർവീസസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. Okay, in the case of transport undertaking, the basic problem in selection of cost unit. Transport undertaking ഒരു പ്രോബ്ലം ആയിട്ട് കരുതുന്നത് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരാം. അപ്പോൾ ഈ കോസ്റ്റ് യൂണിറ്റ് ഷുഡ് ബി കെയർഫുള്ളി സെലക്ട്. നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് യൂണിറ്റ് വളരെ കെയർഫുള്ളായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യണം? കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? സെർട്ടൈൻ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആർ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, എത്രയാണ് നമ്മുടെ ഇതിലുള്ള പാസഞ്ചേഴ്സിൻ്റെ നമ്പേഴ്സ്, പിന്നെ ടേണേജ് ക്യാരിഡ്, നമ്മൾ എന്താണോ എത്ര ടേണേജാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത് അത് കൺസിഡർ ചെയ്യണം. പിന്നെ ഡിസ്റ്റൻസ് കവേർഡ്, എത്ര ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അത് നോക്കണം. പിന്നെ കപ്പാസിറ്റി, ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ? കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യാൻ, ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യാൻ. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ പെർ കിലോമീറ്റർ ഓർ പാസഞ്ചർ കിലോമീറ്റർ ഓർ ടൺ കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് ദ വേസ്റ്റേജ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ തരത്തിലുള്ള വേസ്റ്റേജുകൾ ഒഴിവാക്കുകയും അതേപോലെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ ടു കമ്പയർ ദ കോസ്റ്റ് വിത്ത് ദാറ്റ് ഓഫ് പ്രീവിയസ് പീരീഡ് ഓർ അതർ ഓർഗനൈസേഷൻസ്. പിന്നെ നമുക്ക് കോസ്റ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റും പ്രീവിയസ് പീരീഡിലെ കോസ്റ്റും അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ ടു ഡിറ്റർമൈൻ ദ ഫെയർ ഓർ ഫ്രൈറ്റ് റേറ്റ് ദ ചാർജ്ഡ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഫെയർ ആൻഡ് ഫ്രൈറ്റ് ആയിട്ട് റേറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ദെൻ ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് സർവീസ് റെൻഡേർഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അതിന് ഈടാകുന്ന കോസ്റ്റുകൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ ടു എൻഷുർ ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെഹിക്കിൾസിനെ എന്ത് ചെയ്യാം? പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയുമാണ് എന്ത് ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിലെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊസീജിയേഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്. നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കൽ ഏരിയ ആയിട്ട് നോക്കുകയാണെങ്കിലും പ്രോബ്ലം ഏരിയയിൽ നോക്കുകയാണെങ്കിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ബേസിക്കലി 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് കളക്ഷൻ ഓഫ് കോസ്റ്റ്, രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ഓർ കംപ്ലീഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് കളക്ട് ചെയ്യുക എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഡെയിലി ലോഗ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോസ്റ്റ് ഡീറ്റെയിൽസും കിട്ടും.
ഫോർ ഈച്ച് വെഹിക്കിൾ എ ഡെയിലി ലോഗ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വെഹിക്കിളിനും അതിൻ്റെ ഡെയിലി ലോഗ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം എന്ത് കിട്ടും, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ടു റെക്കോർഡ് ഡീറ്റെയിൽ ഓഫ് ട്രിപ്സ്, റണ്ണിങ് ടൈം, കപ്പാസിറ്റി, മൈലേജ്, റണ്ണിങ് കോസ്റ്റ് എക്സെട്ര. അപ്പോൾ ആ ഡെയിലി ലോഗ് ബുക്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ട്രിപ്പിൻ്റെ, റണ്ണിങ് ടൈം, കപ്പാസിറ്റി, മൈലേജ് എത്ര, റണ്ണിങ് കോസ്റ്റ് എത്ര, ഇങ്ങനെ ഡേ ടു ഡേ ആയിട്ട് അവരതിൽ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓരോ വെഹിക്കിളിൻ്റെയും ഡെയിലി ലോഗ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഈ കിട്ടിയ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് ചാർജസ് ആൻഡ് മൂന്നാമത്തേത് മെയിൻ്റനൻസ് ചാർജസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഫിക്സഡ് ചാർജസ് ആണ്, സെക്കൻഡ് വൺ എന്താണ് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്, മൂന്നാമത്തേത് മെയിൻ്റനൻസ് ചാർജസ്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് നോക്കാം. ദീസ് എക്സ്പെൻസസ് ഡു നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓപ്പറേഷൻ ഓഫ് വെഹിക്കിൾ. ഈ ചാർജസ് എന്ന് പറയുന്നത് ആ വെഹിക്കിളുമായിട്ട് അതിൻ്റെ എക്സ്പെൻസുമായിട്ട് എന്താണ്, ആ വെഹിക്കിളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എക്സ്പെൻസുകളാണെന്ത് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ടു ബി മോർ ക്ലിയർലി, വെദർ വെഹിക്കിൾ റൺ ഓർ നോട്ട്, ദീസ് എക്സ്പെൻസസ് ഹാവ് ടു ബി ഇൻക്വയർഡ്. അതായത് ഇപ്പോൾ ഒരു വെഹിക്കിൾ റൺ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ വെഹിക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റോഡിലോട്ട് ഇറക്കുന്നില്ല, അല്ലാതെ നമ്മൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, വെഹിക്കിൾ നമ്മൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ആ എക്സ്പെൻസസ് അതിൻ്റെ മുകളിൽ ഇൻക്വയർഡ് ആയിരിക്കും. അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ദസ് ദേ ആർ ബേസ്ഡ് ഓൺ ദി ടൈം. അത് എപ്പോഴും ടൈമിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ് ലൈസൻസ് ഫീസ്. ലൈസൻസ് ഫീസ് നമ്മളൊരു വണ്ടി യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും കൊടുക്കണം. അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം, റോഡ് ടാക്സ് കൊടുക്കണം, ഗാരേജ് റെൻറ്റ്, ഇൻട്രൻസ് ഓൺ ക്യാപിറ്റൽ, സൂപ്പർവൈസർ സാലറി, സാലറി ഓഫ് ഡ്രൈവർ, ദെൻ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എക്സെട്ര, ഓഫീസ് എക്സ്പെൻസസ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യം. ഇപ്പോൾ ട്രാവലിംഗ് ഏജൻസിയാണ്, ഇപ്പോൾ ട്രാവലിംഗ് ഏജൻസിയിൽ കുറച്ച് വാഹനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയാണ്. ആ യൂസ് ചെയ്യാത്ത വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാർജസും അതിൻ്റെ മുകളിൽ എക്സ്പെൻസസ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതെന്താണ് ഫിക്സഡ് ചാർജാണ്, ഇത് ടൈമിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. ദീസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദി ഓപ്പറേഷൻ ഓഫ് വെഹിക്കിൾ. അത് ആ വെഹിക്കിളിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ട്ലി ഇൻക്വയർഡ് ചെയ്യുന്ന ചാർജസ് ആണ് എന്ത് ഓപ്പറേറ്റിംഗ് ചാർജസ് ഓർ റണ്ണിങ് ചാർജസ് എന്ന് പറയുന്നത്. These are incurred on running the vehicle. Example, petrol, diesel, salary of driver, conductor, cleaner, etc. And depreciation, oil, grease, lubricants, oils, etc. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഒരു വണ്ടി എന്ത് ചെയ്യാണ്, അത് റോഡിലോട്ട് ഇറക്കുകയാണ്, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെട്രോൾ ആവശ്യമുണ്ട്, ഡീസൽ ആവശ്യമുണ്ട്, പിന്നെ അതിൻ്റെ ഡ്രൈവറിന് സാലറി കൊടുക്കണം, ക്ലീനർ ഉണ്ടെങ്കിൽ ക്ലീനർക്ക് സാലറി കൊടുക്കണം, കണ്ടക്ടർ ഉണ്ടെങ്കിൽ കണ്ടക്ടറിന് സാലറി കൊടുക്കണം, പിന്നെ ഡിപ്രീസിയേഷൻസ് സംഭവിക്കാം, പിന്നെ ഓയിൽ, ഗ്രീസ്, ഇങ്ങനെയുള്ള ചില എന്താണ് മെയിൻ്റനൻസ് ചാർജുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ എല്ലാം കൂടി ചേർന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് ഓർ റണ്ണിങ് ചാർജസ് എന്ന് പറയുന്നത്. Then last one is maintenance charges ആണ്. These are incurred to keep the vehicle in running condition. ഒരു വാഹനം അതിൻ്റെ റണ്ണിങ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകൾ അതിൻ്റെ മുകളിൽ മുടക്കുന്നോ അതിനെ നമ്മൾ മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറയും. അതായത് ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാർജസ്. ദീസ് ആർ സെമി വാരിയബിൾ ഇൻ നേച്ചർ. സെമി വേരിയബിൾ ആണ്, ഫിക്സഡ് അല്ല. അത് സെമി ഫിക്സഡ് ആണ്, അതായത് പകുതി ഫിക്സഡ് ആണ്, പകുതി വാരിയബിൾ ആണ്. അതാണ് സെമി വാരിയബിൾ എന്ന് പറയുന്നത്. These incurred repairs, maintenance cost of tire, tube, spare accessories and cleaning, painting, servicing. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ്റനൻസ് ചാർജിൽ വരിക. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ 3 ചാർജസും നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളത്.
അപ്പം ഓരോ ഐറ്റം കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഓടണം. ഇതാണ് ഫിക്സഡ് ചാർജസ് ആൻഡ് ഇത് റണ്ണിങ് ചാർജസ് ആണ്. മറ്റേത് എന്താണ് മെയിൻ്റനൻസ് ചാർജസ് ആണെന്ന് നമുക്ക് ഓരോ ചാർജുകളോ അല്ലെങ്കിൽ ഒരു കോസ്റ്റുകൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, മനസ്സിലായിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രൊസീജിയർ. അപ്പോൾ തേർഡ് പ്രൊസീജിയർ, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. Generally in transport costing there will be compound cost unit like passenger kilometer, passenger mile, ton kilometer or ton mile etc. The cost unit is calculated as follows. അതായത് നമ്മൾ ഈ ഒരു കേസിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ. അങ്ങനത്തെ ടൈമിൽ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻറ്റു capacity into kilometer or mile into days into passenger or weight actually carried. അതായത് എത്ര വെഹിക്കിളാണ് ഉള്ളത് അത് ഇൻറ്റു ആ വെഹിക്കിൾ താങ്ങുന്ന കപ്പാസിറ്റി എത്രയാണ്, എത്ര കിലോമീറ്റർ ഓർ മൈൽസ് ആണ് നമ്മൾ എടുക്കുന്നത്, എത്ര ഡേയ്സ് നമ്മൾ എടുക്കുന്നുണ്ട്, അതേപോലെ ആക്ച്വലി ആ വാഹനങ്ങൾ ക്യാരി ചെയ്തിട്ടുള്ള എന്താണ് പാസഞ്ചേഴ്സ് എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സർവീസ് കോസ്റ്റ് ഷീറ്റ് ആണ്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സർവീസ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ്, സർവീസ് കോസ്റ്റ് ഷീറ്റ്. ഇതൊരു കോളം, ഒരു കോളവും ഒരു പെർട്ടിക്കുലർ കോളും അതേപോലെ 2 എമൗണ്ട് കോളവും ആണ് ഉണ്ടാവുക. അതിൽ ഒരു കോളം ടോട്ടൽ കോസ്റ്റും ഒന്ന് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെയും കോളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യം തന്നെ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ ഉള്ളതാണ് റോഡ് ടാക്സ്, അതേപോലെ ലൈസൻസ് ഫീ, ഇൻഷുറൻസ്, ഗാരേജ് റെൻറ്റ്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രീസിയേഷൻ, supervision, wage or drivers, cleaners and office establishment, salary of foreman, manager, accountant etc. then administrative and overhead etc. ഇത്രയും കാര്യങ്ങൾ ഫിക്സഡ് സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നതാണ്. ഈ ഐറ്റംസ് ഒക്കെ പഠിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ ചെയ്ത് എഴുതുക. ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ്റനൻസ് ചാർജാണ്. നെക്സ്റ്റ് ചാർജസ് എന്ന് പറയുന്നത്, അപ്പോൾ മെയിൻ്റനൻസ് ചാർജസ്, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, ടയേഴ്സ് ആൻഡ് ട്യൂബ്സ്, പെയിൻറ്റിങ്സ്, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് വരുന്ന കോസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക കേട്ടോ. ഗ്യാരേജ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്, ക്ലീനിങ്, സാലറി ഓഫ് ഗ്യാരേജ് സ്റ്റാഫ്, ദെൻ സൂപ്പർവിഷൻ, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് ആൻഡ് അക്സസറീസ്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ചാർജ്. ഇത്രയും കാര്യങ്ങൾ മെയിൻ്റനൻസ് ചാർജസിലാണ് വരിക. ദെൻ ലാസ്റ്റ് വൺ, അതും നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. ഓപ്പറേറ്റിംഗ് ചാർജസിൽ വരുന്നത് പെട്രോൾ, ഓയിൽ, ഗ്രീസ് ആൻഡ് ലൂബ്രിക്കൻസ് ഓയിൽ, സാലറീസ് ഓഫ് റണ്ണിങ് സ്റ്റാഫ്, കമ്മീഷൻസ്, ക്ലീനേഴ്സ് വേജസ്, ഡ്രൈവേഴ്സ് വേജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്, വാട്ടർ. എന്നിട്ട് മൊത്തം ടോട്ടൽ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഫിക്സഡ് ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ്, ഓപ്പറേറ്റിംഗ് ചാർജസ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കുക, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ടിലോട്ട് എഴുതുക. പ്രത്യേകിച്ചും ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യുക, നോട്ടിലോട്ട് വരച്ച് വെക്കുക. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എല്ലാ പ്രോബ്ലവും ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.